അദ്ദേഹം 20 പേർക്കോളം ഇന്റർവ്യൂ കൊടുത്തു. 2-3 ദിവസത്തിനകത്താണ് 20 പേര്. ഇതിൽ ഞാനൊഴികെ ഒരാളോട് പോലും പുള്ളി ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ തന്നെ അങ്ങോട്ട് വലിഞ്ഞു കയറി ചർച്ച ചെയ്യാൻ പോയത്, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ അന്വേഷിക്കത്തുമില്ലായിരുന്നു. എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വേറെ ഏതോ കാര്യമായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം കേട്ടതാണ്. കാര്യം അദ്ദേഹത്തിന് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ. നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി. അപ്പൊ അത് കൃത്യമായിട്ട് പറയും. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ 20 ഇന്റർവ്യൂവിലും അദ്ദേഹം ഏതെങ്കിലും ഒരു നിലപാടിൽ നിന്ന് അണുകൂടെ വ്യതിചലിച്ചിട്ടില്ല. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസമാണ് ഒരു വെല്ലുവിളി എന്ന് പറയുന്ന ഒരു പരിപാടി പിണറായി വിജയൻ ചെയ്തത്. വെല്ലുവിളിച്ചത് VD സതീശൻ ചേട്ടനെയാണ്. നിരന്തരം നുണ പറയുന്ന, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നുണയസൻ എന്ന് വിളിപ്പേര് കിട്ടിയ നമ്മുടെ VD സതീശൻ ചേട്ടൻ നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. നമ്മളിങ്ങനെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു സീറ്റിനോട് വല്ല ബഹുമാനം ഉണ്ടോ എന്നുള്ള കാര്യം പിന്നെ ചർച്ച ചെയ്യാം. സംഗതി, ആ വെല്ലുവിളിയുടെ ഭാഗമായിട്ട് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, നേരിട്ടുള്ള സംവാദം വേണ്ട, ഫേസ്ബുക്കിലൂടെ ചില കണക്കുകളൊക്കെ ഞാനിവിടെ അവതരിപ്പിക്കാം. നല്ല രസമുള്ള കണക്കുകളാണ്. കണക്കുകളും മറ്റൊക്കെ ഞാനിവിടെ പറയാം. ഇതിനെതിരായിട്ട് താങ്കൾക്ക് വല്ല എഴുതാനുണ്ടെങ്കിൽ എഴുതുക. ഈ ഫേസ്ബുക്കിലെ ഈ എഴുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് അതവിടെ കെടുക്കും. വീഡിയോ പോലൊക്കെ തന്നെയാണ്. പക്ഷെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും തിരുത്തി പറയുന്ന ഒരാളാണ് VD സതീശൻ എന്നുള്ളതുകൊണ്ട് ഫേസ്ബുക്ക് വഴിയുള്ള സംവാദം മതി. അതല്ലാത്ത സംവാദത്തിന് ഇപ്പൊ സമയമില്ല എന്നുള്ളതായിരിക്കാം. കാരണം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ ഇലക്ഷൻ ഉള്ളൂ. ആ ഒരു സമയത്ത് താങ്കളുമായിട്ട് ഒരു സംവാദത്തിൽ ഏർപ്പെട്ട് സമയം കളയണ്ട എന്നൊരു പക്ഷെ മുഖ്യമന്ത്രി വിചാരിച്ചു കാണും. അദ്ദേഹം അതിൽ പിൻവാങ്ങി. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഗംഭീര ആഘോഷമാണ്. VD സതീശനെ പേടിച്ചു പിണറായി വിജയൻ. വേറെ പണിയില്ലല്ലോ. VD സതീശനെ ഭയങ്കര പേടിയാണ്. VD സതീശന്റെ ചോദ്യങ്ങളെ ഭയമാണ്. എഴുതിത്തത് മാത്രം വായിക്കാൻ കഴിയുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനപ്പുറത്തേക്ക് ഒരു വരി പോലും അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിലെ കാണിച്ചു തന്നത് SK നമ്മുടെ ശ്രീകണ്ഠൻ നായർ 24 ചാനൽ അദ്ദേഹത്തിന്റെ ചില വാക്കുകളാണ്. ആ വാക്കുകൾ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. ഇത്തവണ അദ്ദേഹം 20 പേർക്കോളം ഇന്റർവ്യൂ കൊടുത്തു. 2-3 ദിവസത്തിനകത്താണ് 20 പേര്. ഇതിൽ ഞാനൊഴികെ ഒരാളോട് പോലും പുള്ളി ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന കാര്യം ചർച്ച ചെയ്തിട്ട് പോരെ. 20 പേരോടാണ് ഇന്റർവ്യൂ നടത്തിയത്. ഏറ്റവും അവസാനം ഒരു ടെക്കിയോടടക്കം അദ്ദേഹം ഇന്റർവ്യൂ നടത്തിയതാണ്. 1 അവർ ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1 അവർ തന്നെയാണ്. അത് അണുകിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമില്ല. 1 അവർ ആണ് ഇന്റർവ്യൂ അനുവദിച്ചെങ്കിൽ അതിനുള്ളിൽ അത് തീർത്തിരിക്കണം എന്നുള്ളതാണ്. അതിൽ കണിശക്കാരനാണ് നമ്മുടെ ആ ഒരു നേതാവ്. സംഗീതം അവിടെ കിടക്കട്ടെ. നമ്മൾ മനസ്സിലാക്കുന്നത് 20 പേരോടാണ് പിണറായി വിജയൻ ഇന്റർവ്യൂ നടത്തിയത്. ആ 20 പേരോടും മുൻകൂട്ടി ചോദ്യങ്ങൾ കൊടുക്കുകയോ ഇന്ന ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ അങ്ങനത്തെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. എന്നാൽ ഒരാളോട് ചർച്ച നടത്തിയിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ കുരുത്തക്കേട് കൊണ്ട് മാത്രം അങ്ങനത്തെ ചർച്ച ചെയ്യപ്പെടേണ്ട വന്നതാണ്. അങ്ങനൊന്നും വേണ്ടിയിരുന്നില്ല. തങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെയാണ് പിണറായി വിജയൻ ഉത്തരങ്ങൾ പറഞ്ഞത്. അത് ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമല്ല, മറ്റെല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഉള്ള ചോദ്യങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇദ്ദേഹം ഉത്തരം കൊടുത്തു എന്നുള്ളതാണ്. കേട്ടോക്കൂ. ഞാൻ തന്നെ അങ്ങോട്ട് വലിഞ്ഞു കയറി ചർച്ച ചെയ്യാൻ പോയത്, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ അന്വേഷിക്കത്തുമില്ലായിരുന്നു. എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വേറെ ഏതോ കാര്യമായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹം കേട്ടതാണ്. കാര്യം അദ്ദേഹത്തിന് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ. നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയും, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി. അപ്പൊ അത് കൃത്യമായിട്ട് പറയും. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ 20 ഇന്റർവ്യൂവിലും അദ്ദേഹം ഏതെങ്കിലും ഒരു നിലപാടിൽ നിന്ന് അണുകൂടെ വ്യതിചലിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതെങ്കിലും ഒരു നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളുകളെ ഇനിയിപ്പോ VD സതീശൻ ചേട്ടൻ എന്നൊക്കെ പേരിട്ട് വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ഇദ്ദേഹം വ്യതിചലിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മൾ വളരെ ആഴത്തിൽ പഠിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ചോദ്യം ചോദിക്കുക. ഒരെണ്ണം അങ്ങോട്ട് എറിഞ്ഞു. അപ്പൊ നമ്മൾ എറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അദ്ദേഹം അതിലൊന്ന് കൊത്തി, അദ്ദേഹം ഒരല്പം സമയം എടുക്കും. ഒട്ടും സമയം എടുക്കുന്നില്ല. നമ്മുടെ ഫുൾ സ്റ്റോപ്പ് വീഴുന്നതിന് മുന്നേ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് കൃത്യമായ കാര്യമായിരിക്കും. നിങ്ങൾക്ക് വിയോജിക്കാം, ചിലപ്പോൾ യോജിക്കാം, അത് വേറെ കാര്യം. 10 വർഷത്തെ തുടർഭരണം കഴിഞ്ഞ എന്തായാലും ഇതാണ് വളരെ കൃത്യമായിട്ടും നമ്മുടെ ശ്രീകണ്ഠൻ നായർ പറയുന്നത്. അതവരുടെ അനുഭവമാണ്. ശ്രീകണ്ഠൻ നായർക്ക് ഇപ്പോൾ പിണറായി വിജയനെ സുഖിപ്പിച്ചുകൊണ്ട് ഒന്നും കിട്ടാനില്ല. ആ പിണറായി വിജയന്റെ പാത പിന്തുടർന്നു പോകുന്ന ഒരാളുമല്ല ശ്രീകണ്ഠൻ നായർ. അദ്ദേഹം എവിടുന്നാ വന്ന് നമുക്കറിയാം. ഏഷ്യാനെറ്റിനൊക്കെയാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്താണ് ഇപ്പോഴത്തെ ഏഷ്യാനെറ്റിന്റെ രാഷ്ട്രീയം എന്ന് നമുക്കറിയാം. അപ്പോൾ പിണറായി വിജയൻ സുഖിപ്പിച്ചുകൊണ്ട് ഒന്നും കിട്ടാനില്ലാത്ത നമ്മുടെ 24-ലെ ഈ ഒരു ചങ്ങാതിക്ക്
എന്തൊക്കെ തന്നെയായാലും അദ്ദേഹം ഇനി വരുമെന്നോ വരാതിരിക്കുമെന്നോ ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു ബാധ്യതയല്ല. കൃത്യമായ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയുന്ന ഒരു ചങ്ങാതിയായിരിക്കെ ഇദ്ദേഹം ചോദ്യങ്ങളെ ഭയപ്പെട്ടിട്ട് മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ചോദ്യങ്ങളെ ഭയപ്പെടാത്തൊരു മനുഷ്യനാണ് പിണറായി വിജയൻ. എത്രയോ കാലമായി ഒരു തരത്തിലും താരാട്ടുപാട്ട് കേട്ട് വളർന്ന ഒരാളല്ല പിണറായി വിജയൻ എന്നൊക്കെ പറയേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങളെ താരാട്ടുപാട്ട് കേട്ട് വളർന്നു വന്നൊരു നേതാവൊന്നല്ല പിണറായി വിജയൻ. എത്ര കാലമാണ് അദ്ദേഹം രാഷ്ട്രീയ നേതാവായിട്ട് വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ ആക്രമിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഈ ചോദ്യങ്ങളാൽ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരാൽ ആക്രമിക്കപ്പെടുക മാത്രം ചെയ്ത ഒരു നേതാവായിട്ട് വേണമെങ്കിൽ പിണറായി വിജയൻ എടുക്കാമെന്നുള്ളതാണ്. ആ ഒരു ആക്രമണങ്ങളൊന്നും തളർന്നില്ല എന്ന് മാത്രമല്ല, ചിരിച്ചുകൊണ്ട് മറുപടി വേണമെങ്കിൽ വീണ്ടും വന്നിരുന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുള്ള ഒരു ചങ്ങാതിയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ സർക്കാർ പറയുന്നത് ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. അവർക്ക് എണ്ണി പറയാൻ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ പദ്ധതി, കിഫ്ബി വഴി ഉണ്ടാക്കിയിട്ടുള്ള പാലങ്ങൾ, പിന്നെ അതേപോലെ ദേശീയപാത 66, ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വികസന പ്രവർത്തനങ്ങൾ, വികസന നേട്ടങ്ങളായി അവർക്ക് അവതരിപ്പിക്കാനുണ്ട്. മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ചിരുന്നതും ഈ വികസന നേട്ടങ്ങൾ എണ്ണി പറയണമെന്നല്ല. ശരിയാണ്, ആ വികസന നേട്ടങ്ങളെല്ലാം നാട്ടുകാരുടെ മുമ്പിലേക്ക് പറയുക മാത്രമാണ്. അത് മുന്നോട്ട് വെച്ച ആ ഒരു കാര്യങ്ങൾ, ഇത്രത്തോളം പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറഞ്ഞിട്ട് അധികാരത്തിലേറുന്നു. അധികാരത്തിൽ കയറിയത്തെ 99% പദ്ധതികളും ചെയ്തു തീർക്കുന്നു. ഒരുപക്ഷെ ആ വികസന പദ്ധതികൾ ഒരു കാരണവശാലും പൊതുജനങ്ങൾ അറിയരുത് എന്ന് ഈ കോൺഗ്രസിന് വലിയൊരു ബാധ്യതയായിട്ട് മാറും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല കോൺഗ്രസ് എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ചോദ്യങ്ങളെ ഭയപ്പെട്ടു പോയി പിണറായി വിജയൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര പോഷ്കാണ്. ഒരു വൻ തമാശ കേൾക്കുന്ന പോലൊക്കെ പൊട്ടിച്ചിരിക്കാൻ മാത്രം തോന്നുന്ന ഒരു തമാശയായിട്ട് അതിനെ മാറ്റാം എന്നത് മാത്രമാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ബൈ.